എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിയുടെ റെസിപ്പി ആയിട്ടാണ്. പൈനാപ്പിൾ കുക്കിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കിയാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുക്കിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന കുക്കി ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ കുക്കറിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഇല്ല എങ്കിൽ സാരമില്ല, പൈനാപ്പിളിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വെച്ചിട്ട് നോർമൽ ബട്ടർ കുക്കീസ് നിങ്ങൾക്ക് സെയിം റെസിപ്പിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കുക്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 100 ഗ്രാം ബട്ടറാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കുക്കി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ ഈ ബട്ടർ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീറ്ററല്ല യൂസ് ചെയ്യുന്നത്, പകരം ഒരു ഹാൻഡ് വിസ്ക്കാണ്. അപ്പോൾ ഹാൻഡ് വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു തടിത്തവിയോ സ്പൂണോ എന്തെങ്കിലും ഫോർക്കോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണിത്, പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് പഞ്ചസാര തന്നെ ചേർക്കണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, എനിക്ക് കുറച്ച് മധുരം മതി, അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുക്കിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീറ്ററുള്ളവർ അതെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർക്കണം നിർബന്ധമൊന്നുമില്ല, മുട്ട ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആകും, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ മുട്ട ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. നിങ്ങൾ പൈനാപ്പിൾ ഫ്ലേവറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇത് കൂടാതെ കുറച്ച് ഫ്രഷ് പൈനാപ്പിൾ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം കാഠിന്യമില്ലാത്ത പൈനാപ്പിൾ എസൻസ് ആണ്, അതുകൊണ്ടാണ് എനിക്കിത്ര ചേർക്കേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഫോട്ടോ എടുക്കുന്ന പർപ്പസ് ആയതുകൊണ്ടാണ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നത്. കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവസാനമാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മൈദ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കുക്കിയുടെ മാവ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുക്കിയുടെ മാവ് തയ്യാറാക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള കുക്കിയുടെ മാവാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഫ്രഷ് പൈനാപ്പിൾ ഒന്ന് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തുള്ളതാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് ഇനി ചേർക്കാം. അപ്പോൾ ഈ മാവ് കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈദ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ടീസ്പൂൺ അല്ല, 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക്
ഒഴിക്കാവുന്നതാണ്. അപ്പോൾ കുക്കറിൽ ചെയ്യുന്നവർ നിങ്ങൾ ഏതാണോ പാത്രം എടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്പൂൺ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൽ ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് ആണ് കുക്കിയുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. കാരണം നമ്മളിത് ചൂടാകുമ്പോഴത്തേക്ക് ഇതൊന്ന് പരന്ന് പോയിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കിയുടെ മാവ് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ ചെയ്യാതെ ഇതിൻ്റെ പകുതി അളവിൽ ചെയ്ത് നോക്കുക. കാരണം ഈ ക്വാണ്ടിറ്റിയിൽ ഒരുപാട് കുക്കീസ് നമുക്ക് കിട്ടും. അപ്പോൾ കുക്കറിലൊക്കെ ചെയ്യുമ്പം കുറേശ്ശെ എടുത്തിട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ കുക്കിയുടെ മാവ് മുഴുവൻ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് OTG ഓവനാണ്. ഇത് 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കുക്കിയുടെ ട്രേ എടുത്ത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രേ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊരു 15 മുതൽ 18 മിനിറ്റ് വരെ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 200 ഡിഗ്രിയാണ്, നിങ്ങൾക്ക് കാണാം. 200 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓവൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് OTG ഓവൻ ആയതുകൊണ്ട് നമുക്ക് മുകളിലും താഴെയും ഹീറ്റ് കൊടുക്കുന്ന ഓപ്ഷൻ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 കോയിലും ഉള്ള ഓപ്ഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കി നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിനും ബ്രൗൺ കളർ വരുമ്പോഴാണ് ഇത് റെഡി ആകുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിയൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കിയെല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൈനാപ്പിൾ എസൻസും കളറും ചേർക്കാതെ ഉണ്ടാക്കി കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കുക്കിയാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഇത് നമുക്ക് 1 വീക്ക് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിയാണ്. ട്രാവലിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിട്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഓണം റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക്